ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക, ഇല്ലെങ്കിൽ ഹെഡ്ഫോൺ കിട്ടുന്ന ടൈമിൽ മാത്രമായിട്ട് ഈ ഒരു വീഡിയോ കാണുക. പലപ്പോഴും നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് സിനിമകൾ കാണുന്ന സമയത്ത് ആളുകൾ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വണ്ടി പാസ് ചെയ്ത് പോകുമ്പോഴോ ആ വണ്ടിയുടെ ശബ്ദം നമ്മുടെ വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്കോ ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്കോ ശബ്ദം മാറി മാറി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ഡാവിഞ്ചി റിസോൾവിലും ഇത് വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ടൈം ലൈനിലേക്ക് ഓഡിയോ വലിച്ചിടുക. അതിനുശേഷം ഓഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ വലതുവശത്ത് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ സെലക്ട് ചെയ്യുക. ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ വോളിയൂമിൻ്റെ തൊട്ട് താഴെയായിട്ട് പാൻ എന്നും പറഞ്ഞിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഇതിൽ ഈ പാൻ എന്താണെന്ന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ രണ്ട് സ്പീക്കർ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ലെഫ്റ്റും റൈറ്റും സ്പീക്കർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ലെഫ്റ്റ് സ്പീക്കറിൽ സൗണ്ട് കേൾക്കണോ റൈറ്റ് സ്പീക്കറിലാണോ സൗണ്ട് സമയത്ത് കേൾക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു സംഭവമാണ് ഈ പാൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാനിൻ്റെ ഈ ഒരു പോയിൻ്റ് ഉണ്ടോ, ഈ ഒരു പോയിൻറ്റിനെ പിടിച്ച് ലെഫ്റ്റിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഫുള്ള് -100 ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലെ സ്പീക്കറിലായിരിക്കും സൗണ്ട് കേൾക്കുന്നത്. അതുപോലെ ഇത് ഫുള്ളി എടുത്ത് വലതോട്ട് ഇൻക്രീസ് ചെയ്ത് 100 ആക്കി കഴിഞ്ഞാൽ വലത് സ്പീക്കറിലായിരിക്കും ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിനൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കും? അതായത് നമ്മളൊരു വീഡിയോ കാണിക്കുകയാണ്. ആ വീഡിയോയിൽ വണ്ടിയുടെ ശബ്ദം വലത് നിന്നും ഇടതോട്ട് പാനായി പോകണം. അല്ലെങ്കിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്, അയാൾ നടന്ന് നമ്മുടെ ഇടതുവശത്തേക്ക് വീഡിയോയിൽ വരുമ്പോൾ നമ്മുടെ ഇടത് സൈഡിലാണ് ഈ ഒരു സൗണ്ട് കേൾക്കേണ്ടതെങ്കിൽ അത് നമുക്ക് ഈ ഒരു പാൻ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, റീസെറ്റ് ചെയ്ത് സെൻറ്ററിലോട്ട് കൊണ്ടുവന്നു. ഇനി നമ്മുടെ ഓഡിയോയിലോട്ട് വരാം. ഓഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇടതുവശത്ത് നിന്നും വലതുവശം എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ആ വണ്ടിയുടെ ശബ്ദം നമ്മുടെ വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്ക് ഇവിടം തൊട്ടാണ് ഞാൻ വലതുവശത്ത് നിന്നും എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലതുവശത്ത് നിന്നും എന്ന് പറയുന്ന സ്ഥലത്തൊരു കീ കൊടുക്കുകയാണ് ഞാൻ. പാനിൻ്റെ നേരെ കിടക്കുന്ന ഒരു കീ ഒന്ന് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഒരു കീ കൊടുത്തു. ഓക്കെ, അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിന് കുറച്ച് മുന്നോട്ട്, ഒരു ശകലം മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ പ്ലേ ഹെഡ് വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഒരു പോയിൻ്റ് കൂടി ആഡ് ചെയ്യുക. ഇവിടെ കീ ഫ്രെയിം കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ്, അതായത് വലതുവശം എന്ന് പറയൂലേ, ആ ഒരു സ്ഥലത്ത് ഏത് കീ ഫ്രെയിമാണ് കൊടുത്തോ അവിടേക്ക് പോകണം. അവിടേക്ക് പോകാനായിട്ട് നമ്മൾ ഈ ഒരു പ്ലേ ഹെഡ് നീക്കേണ്ട കാര്യമില്ല. ഈ ഒരു കീ ഫ്രെയിമിൻ്റെ ഇവിടെ തന്നെ ഒരു ആരോ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് ആഡ് ചെയ്ത ആ ഫ്രെയിമിലൂടെ ചാടി വന്നോളും. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണമെന്നറിയോ? വലതുവശം എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ വലതുവശത്തേക്ക് ഈ ഒരു പാനിനെ ഫുള്ള് വലിച്ചങ്ങ് 100 ആക്കുക. ഞാൻ ഫുള്ള് വലതോട്ടാക്കി. മനസ്സിലായോ? ഇനിയിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ആദ്യം കൊടുത്ത 0 അല്ല ഇവിടെ കൊടുത്തിരുന്നത്. നോക്കിയോ, ഞാൻ ഇവിടെ കീ ഫ്രെയിം ആയി തരാം. ഇവിടെ നമ്മൾ 0 ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അത് 100 ആവും. അപ്പം അതായത് വലതോട്ട് നമ്മൾ ഓഡിയോ ഷിഫ്റ്റ് ആവും. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ വണ്ടിയുടെ ശബ്ദം നമ്മുടെ വലതുവശത്ത് നിന്നും കണ്ടോ, പതുക്കെ അങ്ങോട്ടങ്ങ് പോയിട്ടുണ്ടാവും. എന്നിട്ട് ഇനി നമ്മൾ വലതുവശത്ത് നിന്നും ഇടതുവശം എന്ന് പറയുമ്പോൾ തിരിച്ച് അതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. വളരെ സിമ്പിളാണ്. വലതുവശത്ത് നിന്നും എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ട് ഒരു പോയിൻ്റ് കൂടി കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. എന്നിട്ട് അടുത്ത ഇടതുവശം ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇടതോട്ട് നീക്കിയാൽ മതി. നോക്കിക്കോളൂ, ഇടതുവശത്തേക്കോ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് ഇതിനെ ഫുൾ ഇടതോട്ടങ്ങാക്കാം. ഇപ്പോൾ ഇത് മാറുന്നോ നോക്കിക്കോളൂ. ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ വലതുവശത്ത് നിന്നും ഇടതുവശത്ത് നിന്നും പിന്നും പറയുകയാണ്. അത് മാറ്റാൻ നമുക്ക് ആദ്യം ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. വണ്ടിയുടെ ശബ്ദം നമ്മുടെ വലതുവശത്ത് നിന്നും ഇടതുവശത്ത് നിന്നും ഇനി വലതുവശം എന്ന് പറയുമ്പോൾ അടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. അതിന് മുമ്പായിട്ട് ഒരു കീ ഫ്രെയിം കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു കീ ഫ്രെയിം കൂടെ കൊടുക്കാം. എന്നിട്ട് വലതുവശം എന്ന് പറയുമ്പോൾ വലതോട്ടാക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് വലതുവശം എന്ന് പറയാൻ പോകുന്നത്. അവിടെ ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഫുൾ ഇത് പിടിച്ച് വലതോട്ടാക്കുവാണ്. അപ്പോൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കിയാലോ. ശബ്ദം നമ്മുടെ വലതുവശത്ത് നിന്നും ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്കോ. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.